ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. 2 പതിറ്റാണ്ടിന് ശേഷം 2019 ഇടതുപക്ഷത്തിൽ നിന്നും വിജയിച്ചെടുത്ത പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇക്കുറി നിലനിർത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ഇടനിലക്കാരില്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് MPയെ സമീപിക്കാൻ സാധിച്ച 5 വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്നും മണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന തന്നെ ഇക്കുറിയും പാലക്കാട്ടെ ജനത വിജയിപ്പിക്കുമെന്നും VK ശ്രീകണ്ഠൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. 23 വർഷം ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം 2019 UDF തിരിച്ചുപിടിച്ചത് VK ശ്രീകണ്ഠനിലൂടെയാണ്. ആ കോട്ട നിലനിർത്താൻ ഇത്തവണയും ശ്രീകണ്ഠേട്ടനെ തന്നെയാണ് വലതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകണ്ഠൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രചാരണം? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പാലക്കാട് അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ്. തെരഞ്ഞെടുപ്പ് ചൂട് ആവുന്നതേ ഉള്ളൂ. എന്തായാലും ശക്തമായ ഒരു മത്സരം UDFും LDFും തമ്മിൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മണ്ഡലം നിലനിർത്തും എന്നുള്ളത് തന്നെയാണല്ലോ. 100%. ആർക്കാ സംശയമുള്ളത്? പാലക്കാട് കഴിഞ്ഞ 23 വർഷക്കാലത്തെ ചരിത്രം മാറ്റിക്കുറിച്ചത് ചില നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. അതിനേക്കാൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ UDFനുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും ജനദ്രോഹത്തിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ ജനങ്ങൾ വെമ്പി നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അപ്പോൾ UDF വിജയം ആവർത്തിക്കും, സുനിശ്ചിതമാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ചേട്ടാ? രാഷ്ട്രീയ വിഷയമാകുക എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയം തന്നെ നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായത്. കഴിഞ്ഞ 10 വർഷമായി വർഗീയ ഫാസിസ്റ്റ് ഭരണമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർലമെൻറ്റ് നടക്കാത്ത സമയത്ത് CAA നിയമം നടപ്പിലാക്കാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക, പാവപ്പെട്ട സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കുക, ഒരു അരാജകത്വമാണ് രാജ്യത്ത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് ലോക്സഭയിലേക്കായതുകൊണ്ട് രാജ്യം നിലനിൽക്കണോ, രാജ്യത്തെ ഭരണഘടന നിലനിൽക്കണോ, മതേതര സ്വഭാവം നിലനിർത്തണോ, രാജ്യത്തിൻ്റെ ഐക്യം വേണോ, അടുത്ത തലമുറയ്ക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കണോ, അതിനാര് ഭരണമെന്നാണ്. അപ്പോൾ ജനാധിപത്യ മതേതര ശക്തികൾ ഈ രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരണം. വർഗീയ ഫാസിസ്റ്റുകൾ അധികാരത്തിന് താഴെ ഇറങ്ങണം. മോദി താഴെ ഇറങ്ങി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം. ജനങ്ങൾ, സാധാരണക്കാർ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് അതാണ്. ഒപ്പം ചേട്ടാ, ഈ പാലക്കാട് ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരഞ്ഞെടുപ്പ് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? 23 വർഷം മുമ്പ് ജനപ്രതിനിധികളുണ്ടായിരുന്നു. ആ ജനപ്രതിനിധികളെയും 5 വർഷം ഉണ്ടായിരുന്ന ജനപ്രതിയെയും താരതമ്യ പഠനം നടത്തുക. എൻ്റെ സാമീപ്യം ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ നേരിട്ട് കേൾക്കാനും അതിലിടപെടാനും 100% ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലക്കാടിൻ്റെ ഏറ്റവും വലിയ വികസന കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ, ലോക്സഭയുടെ മുമ്പിൽ, പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചൊരു കാലമാണ് കഴിഞ്ഞ 4 വർഷം. 1 വർഷം കോവിഡ് കാരണം ആ 1 വർഷം നമ്മൾ വിട്ടേക്കുക. 4 വർഷക്കാലം നിരന്തരമായി പാലക്കാടിൻ്റെ വികസന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യത്തിൻ്റെ മേഖലയിൽ എല്ലാറ്റിനും വേണ്ടി എല്ലാ തരത്തിലുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടും കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ഭംഗിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു മീഡിയേറ്റർ ഇല്ലാതെ MPയെ കാണാൻ ഈ പാലക്കാട്ടുകാർക്ക് കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലമാണെന്ന് ഞാൻ പറയും. വളരെ അഭിമാനത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുന്നത് അവരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാണിച്ചുകൊണ്ടാണ്. തീർച്ചയായും ചേട്ടാ. ഒപ്പം ചേട്ടനെതിരായിട്ട് മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളുടെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ചേട്ടൻ എന്താണ് പറയുന്നത്? ഇത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥിക്കൊന്നും ഒരു പ്രസക്തിയും പാലക്കാടില്ല. പിന്നെ UDFും LDFും തമ്മിൽ മത്സരം, സ്ഥാനാർത്ഥി ആരാണ്, അയാളുടെ വ്യക്തിപരമായ മികവെന്താണ്, കുറവെന്താണെന്ന് അന്വേഷിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, അതെൻ്റെ ജോലിയല്ല. ജനങ്ങൾ വിലയിരുത്തട്ടെ ആരാണ് മികച്ചത്, ആരാണ് പാലക്കാടിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ഈ 35 വർഷം മുമ്പേ ജയിച്ച് 2 വർഷം പാർലമെൻറ്റിലേക്ക് പോയ ആൾ എന്ത് ചെയ്തു, കഴിഞ്ഞ 5 വർഷം ജയിച്ചു പോയ ആൾ എന്ത് ചെയ്തു എന്ന് ജനമാണ് വിലയിരുത്തേണ്ടത്. മികവ് തെളിയിക്കേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ്. അവരാണ് അന്തിമമായി വിധികർത്താക്കൾ. ചേട്ടാ, പ്രധാനമന്ത്രി നേരിട്ട് BJPക്ക് വേണ്ടി പാലക്കാട് റോഡ് ഷോയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് വന്നിരുന്നു, ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്നിരുന്നു, ഒരുപാട് പ്രചണ്ഡമായ പ്രചരണം നടത്തി, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു വലിയ പ്രചരണം നടത്തുന്നതൊഴിച്ച് ജനങ്ങൾ ഒരിക്കലും ഈ പ്രധാനമന്ത്രിയെ കേരളത്തിൽ അംഗീകരിക്കുന്നില്ല.
പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ മതേതര മനസ്സ് അംഗീകരിക്കുന്നില്ല. ലാസ്റ്റ് ചോദ്യം കൂടെ ചേട്ടാ, ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയത് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയതല്ല. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം പാർലമെൻറ്റിലേക്ക് ഷാഫി പറമ്പിനെ പോലുള്ള ചെറുപ്പക്കാർ ആവശ്യമാണ്, അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന് കണ്ട് അദ്ദേഹത്തിനൊരു നിയോഗമാണ് നൽകിയിരിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് വടകരയിൽ ഷാഫി മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഷാഫി വടകരയിൽ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ബെന്നിക്കൊടി UDF പാറിക്കും. ഒരു തർക്കവുമില്ലാത്ത കാര്യം. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ, സന്തോഷം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വലതു മുന്നണി സ്ഥാനാർത്ഥി. പ്രചരണം മികച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പാലക്കാട് ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇക്കുറി നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് വലതു മുന്നണി സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.